ഹായ് ഫ്രണ്ട്സ്, സീറോ ബൾബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിരിക്കുന്ന ഒരു DC മോട്ടറാണ്. അപ്പോൾ ഈ DC മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളുടെ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു കോപ്പർ വയർ വേണം, പിന്നെ മാർക്കർ, പിന്നെ 2 പിന്ന് വേണം, മുട്ടുസൂചി, പിന്നെ 2 സ്ട്രിപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ, പിന്നെ നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസും വേണം. ഗൈസ്, നമുക്കിനി ഇതുപോലെ ഒരു മാഗ്നറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇത് നിയോഡീനിയം മാഗ്നറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കറുത്ത കളറുള്ള മാഗ്നറ്റ് തല്ലിപ്പൊട്ടി ചാനലും എടുക്കാം. മാഗ്നറ്റ് ഞാൻ ഹാർഡ് സ്ക്രീൻ നിന്ന് അഴിച്ചെടുത്താണ്. നമുക്കിനി ആർമേച്ചറിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3/4 മീറ്ററോളം കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ മാർക്കർ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുക്കുക. ഗൈസ്, നമ്മൾ ചുറ്റിയെടുത്ത് ഇതുപോലെ ഇരിക്കും. ചുറ്റി കഴിയുമ്പോൾ ഗൈസ്, നമുക്ക് ഇതുപോലൊരു വൈൻഡിങ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് 2 സൈഡായിട്ട് നമുക്ക് നോട്ട് ഇടണം. അതിനായിട്ട് ഈ കോപ്പർ വയർ അകത്തോടെ ഇതുപോലെ ചുറ്റിയെടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആർമറൈസർ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലുള്ള ഇൻസുലേഷൻ നമുക്ക് ഒരു കത്തി വെച്ച് ചുരണ്ടി കളയണം. ഗൈസ്, നമ്മൾ ആർമറൈസറിൻ്റെ 2 എൻഡിലുള്ള ഇൻസുലേഷനൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മുട്ടുസൂചി നമുക്കിതുപോലെ ഇവിടെ ചുറ്റി വെക്കണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആർമറൈസർ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ മുട്ടുസൂചി കടത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നേരത്തെ ഇങ്ങോട്ട് നീണ്ടു നേരെ എൻ്റെ ഈ മുട്ടുസൂചിയിൽ ചുറ്റിയും വെച്ചിട്ടുണ്ട്. ഗൈസ്, നമുക്കിനി ഒരു ബേസ് വേണം. അപ്പോൾ അതിനായിട്ട് ആ കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് ഈ 2 ഭാഗത്തായിട്ട് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പ് കൊടുക്കണം. അപ്പോൾ ഇത് ഇറങ്ങിയിരിക്കാൻ വേണ്ടി നമുക്ക് ഈ 2 ഭാഗത്തും 2 ഹോൾട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രിപ്പിലോട്ട് നമ്മൾ കുറച്ച് കോപ്പർ വയർ ഇതുപോലെ ചുറ്റി എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു എൻഡിൽ ഒരു ലൂപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇനാമിൽ അല്ലെങ്കിൽ ഈ ഇൻസുലേഷൻ കളയാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മൾ 2 പ്ലാസ്റ്റിക് സ്ട്രോയിലും അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആർമേച്ചർ. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരറ്റം നമ്മൾ നേരത്തെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ട്രോയിലേക്ക് കടത്തി വിടുക. അതുപോലെ തന്നെ മറ്റേ അറ്റവും 2ാമത്തെ സ്ട്രോയിലേക്കും ഇറക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ബേസിലേക്ക് ഉറപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിലേക്ക് മാഗ്നറ്റ് വെക്കുക. എന്നിട്ട് നമുക്കിത് ബാറ്ററിയിൽ കൊടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ മോട്ടറിൻ്റെ മേക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് പവർ ചെയ്ത് നോക്കാം.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.